ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന് പുതിയ മേധാവി വന്നിരിക്കുന്നു. മുൻ ആഭ്യന്തരമന്ത്രി അഹമ്മദ് വാഹിദിയെ കമാൻഡറായി നിയമിച്ചിരിക്കുകയാണ്. IRGC തലവൻ മുഹമ്മദ് പാക്പോർ ഇസ്രായേൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സുഹൈൽ മുഹമ്മദ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുഹൈൽ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു വാർ ഫ്രണ്ടിൽ ഒരു നേതാവ് ഉണ്ടാവുക, ഒരു ലീഡർ ഉണ്ടാവുക എന്നത് സുപ്രധാനമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ റവല്യൂഷണറി ഗാർഡിന്റെ പുതിയ മേധാവിയായി പുതിയൊരാൾ വരുന്നു. അഹമ്മദ് വാഹിദിയാണ്. നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നയാളാണ് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് പിന്നോട്ടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായും നമുക്ക് ഈ പുതിയ നിയമനത്തെ കാണാം, അല്ലേ? തീർച്ചയായും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ മുഹമ്മദ് പാക്പോർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് സ്വാഭാവികമായും ഒരു തലവൻ വേണം. ആ തലവൻ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കണം. അങ്ങനെ അഹമ്മദ് വാഹിദി എന്ന നിർണായക പേരിലേക്ക് ഇറാൻ എത്തുന്നു. അഹമ്മദ് വാദിയെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ചീഫായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നു. ഇതിനർത്ഥം ഈ പറയുന്ന നിയമനം വരുന്നത് നേരത്തെ പെസഷ്ക്യാന്റെ ഒരു ആദ്യ ട്വീറ്റ് വരുന്നു. ഖമേനിയുടെ കൊലപാതകത്തിന് ശേഷം പെസഷ്ക്യാന്റെ ആദ്യത്തെ ട്വീറ്റ് വന്ന് വെറും മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് അഹമ്മദ് വാദിയെ ചീഫായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെസഷ്ക്യാന്റെ ട്വീറ്റിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, തിരിച്ചടിക്കാൻ, പ്രതികാരം ചെയ്യാൻ ഇറാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് അവസാനിക്കുന്നിടത്ത് അഹമ്മദ് വാദിയുടെ അധികാരം ഏറ്റെടുക്കുമ്പോൾ തിരിച്ചടിക്ക് ആക്കം കൂട്ടുന്നു. തിരിച്ചടി അതിന് എല്ലാ രീതിയിലും സുസജ്ജമായി ഇറാൻ ഒരുങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ. കാരണം ആയുധങ്ങൾ ഉണ്ടെങ്കിലും പോലും ഈ പറയുന്ന തിരിച്ചടിക്കാനുള്ള സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിലും അതിന് നേതൃത്വം വഹിക്കാൻ ഒരു നേതൃനിരയാണ് ഏറ്റവും പ്രധാനമായും ഏത് യുദ്ധമുഖത്തും വേണ്ടത്. ആ നേതൃനിര അഹമ്മദ് വാഹിദിലൂടെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ പറഞ്ഞ അഹമ്മദ് വാഹിദി സംബന്ധിച്ചിടത്തോളം ഒരു കമാൻഡർ ചീഫിന് അപ്പുറത്തേക്ക് ഇറാനെ കൃത്യമായി അറിയുന്ന, ഇറാന്റെ പൊളിറ്റിക്സ് കൃത്യമായി അറിയുന്ന, ഇറാന്റെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരാൾ കൂടിയാണ്. കാരണം ഡിഫൻസ് മിനിസ്റ്ററായും ഇറാന്റെ ആഭ്യന്തരമന്ത്രിയുമായും പ്രവർത്തിച്ച ഈ പറയുന്ന അഹമ്മദ് വാഹിദിക്ക് ഇറാൻ ഒരു സോൾഡാറ്റി കൂടി സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഇറാനിലെ മറ്റ് ജനങ്ങളുടെ വിശ്വാസം കൂടി ആർജിച്ചെടുക്കാൻ ശക്തിയും കഴിവുള്ള ഒരു നേതാവാണ് അഹമ്മദ് വാഹിദി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദീർഘനാൾ അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രിയായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും ഇറാനിൽ പ്രവർത്തിച്ചത്. ഈ അനുഭവ സമ്പത്ത് കൂടി ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവിലുള്ള ഈ പറയുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്ത, ഡിഫൻസ് വകുപ്പ് കൈകാര്യം ചെയ്ത, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത അനുഭവശേഷി കൂടി കമാൻഡർ ഇൻ ചീഫ് എന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന് വലിയ ശക്തി പകരുമെന്ന പ്രതീക്ഷ ഇറാനുണ്ട്. അതിനപ്പുറത്തേക്ക് തന്നെ ഈ പറഞ്ഞതുപോലെ ഇറാന്റെയും ഇസ്രായേലിന്റെയും ആക്രമണം, അറ്റാക്കും കൗണ്ടർ അറ്റാക്കുമായി വ്യാപിക്കുന്ന ഘട്ടത്തിൽ ഒരു നേതാവിനെ കൂടി അവർ പ്രതിഷ്ഠിക്കുന്നു. ആ നേതാവ് അനുഭവ സമ്പത്തുള്ള, ഈ പറയുന്ന ഇറാൻ രാഷ്ട്രീയം അറിയുന്ന, ഇറാന്റെ ഡിപ്ലോമാറ്റിക് റിലേഷൻ അറിയാവുന്ന, എന്താണ് ഇറാന്റെ കൗണ്ടർ അറ്റാക്ക് എന്ന് കൃത്യമായി ബോധ്യമുള്ള അഹമ്മദ് വാഹിദ് എന്നൊരാളെ നിയമിക്കുമ്പോൾ കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് ഈ പറയുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ നൽകുന്നത്. അഹമ്മദ് വാഹിദിലൂടെ എന്താണ് ഇറാൻ തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക എന്നടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണിക്കൂർ കൂടിയാകുന്നു. അതായത് ഈ പറയുന്നത് പോലെ ഇസ്രായേലിന്റെയും അമേരിക്കയും ആക്രമണത്തിൽ പകച്ചു നിൽക്കുന്നില്ല ഇറാൻ. അതിനപ്പുറത്തേക്ക് കൊല്ലപ്പെട്ടവർക്ക് പകരക്കാരെ കണ്ടെത്തി, അതിനേക്കാൾ ശക്തിയുള്ള ആളുകളെ കണ്ടെത്തി തിരിച്ചടിക്കാൻ ആക്കം കൂട്ടുന്നു, ഊന്നൽ നൽകുന്നു. ഒരു കനത്ത തിരിച്ചടിയിലേക്ക് ഇറാൻ കടക്കുന്നു. അത് തന്നെ ആണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് സമാധാന അന്തരീക്ഷം, സമാധാനത്തിന്റെ കാഹളങ്ങൾ എങ്ങും എവിടെ നിന്നും ഉയരുന്നില്ല. അതിനപ്പുറത്തേക്ക് ആക്രമണത്തിന് മൂർച്ച കൂട്ടുന്നു ഇറാനും ഇസ്രായേലും അമേരിക്കയും എന്ന സങ്കടകരമായ വാർത്ത കൂടി വരുന്ന മണിക്കൂറാണ്. അഹമ്മദ് വാഹിദി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പുതിയ തലവനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇറാൻ വൃത്തങ്ങളിൽ വരുന്നു. പ്രചീൻ, മുഹമ്മദ് സുഹൈലാണ് വിശദാംശങ്ങൾ നൽകിയത്. പുതിയ തലവനുണ്ടാകുന്നു IRGCക്ക് എന്നുള്ളതാണ് നിലവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാനിലുള്ള വാർത്ത. അഹമ്മദ് വാഹിദി, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അഹമ്മദ് വാഹിദിയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പുതിയ മേധാവിയായി വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഞാൻ സൂചിപ്പിച്ച മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പോവുകയാണ്. ഇറാന്റെ സെക്യൂരിറ്റി ചീഫ് നൽകിയ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന അത് രീതിയിലാണ്. വിത്ത് എ ഫോഴ്സ് ദേ നെവർ എക്സ്പീരിയൻസ്ഡ് ബിഫോർ വി വിൽ അറ്റാക്ക് US ആൻഡ് ഇസ്രായേൽ എന്ന് പറയുന്നു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു തിരിച്ചടി നടത്താൻ പോവുകയാണ് ഇറാൻ എന്നൊരു മുന്നറിയിപ്പാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു തിരിച്ചടി ഉണ്ടാകും എന്നാണ് അലി ലാരിജാനി എന്ന് പറയുന്ന ഇറാന്റെ സെക്യൂരിറ്റി ചീഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്താണ്. ഇറാന്റെ ഭീകര ഭരണകൂടത്തിനെതിരെ ആക്രമണം തുടരും എന്ന് പറയുന്നു. വരും ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് തിരികെ ഇങ്ങോട്ട് നെതന്യാഹു നടത്തിയിരിക്കുന്നത്. അങ്ങനെ വാക്പോരും മുന്നറിയിപ്പും ഭീഷണികളെല്ലാം കടുപ്പിക്കുകയാണ് ഇരു പക്ഷത്തെയും നേതാക്കൾ എന്ന കാര്യം വ്യക്തമാവുന്നു. ഇറാനിലെ ജനങ്ങളെ സ്വേച്ഛാധിപത്യത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിതരാക്കും എന്ന രീതിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി, അതിനെ കാണുന്നത്. മറുഭാഗത്ത് ജനങ്ങൾ തെരുവുകളിലേക്ക് വന്ന് ഇറാൻ തിരിച്ചടിക്കണമെന്ന ആഹ്വാനം നടത്തുന്നു. പ്ലക്കാർഡുകളുമായി അവർ തെരുവിലിറങ്ങിയിരിക്കുന്നു. കാരണം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയാണ്. അതുകൊണ്ട് തിരിച്ചടി വേണമെന്ന് ആ ജനങ്ങൾ പറയുന്നു. അങ്ങനെ യുദ്ധം അതിൻ്റെതായ രീതിയിൽ തന്നെ രൂക്ഷമായ സ്ഥിതി തുടരുന്നു എന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നെതന്യാഹുവിന്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാൻ ജനത ഈ അവസരം
നഷ്ടപ്പെടുത്തരുത്. ഒരു ഭരണമാറ്റം അവിടെ ഉണ്ടാകണം. അതുകൊണ്ട് ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട സഹകരണം നടത്തണം എന്നൊരു ആഹ്വാനം നെതന്യാഹു ഇറാൻ ജനങ്ങളോട് പറയുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമായി ഇതിനെ കാണണമെന്നൊക്കെയാണ് നെതന്യാഹു ഇതിനെ കാണുന്നത്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ നെതന്യാഹു ഇപ്പോൾ നടത്തുന്നു. പേർഷ്യൻ ഭാഷയിലെ ഒരു വീഡിയോ സന്ദേശം, അതിലൂടെയാണ് ഇറാനിലെ ജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പേർഷ്യൻ ഭാഷയിൽ ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം ഇപ്പോൾ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ എന്താണ് കൃത്യമായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന കാര്യം ഒന്നുകൂടി വ്യക്തമാവുകയാണ്. ചരിത്ര ദൗത്യത്തിനായി ഒന്നിക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് ഇറാനിലെ ജനങ്ങളോട് പറയുകയാണ്. അവിടുത്തെ പരമോന്നതാവിനെ വധിച്ചു. അതിന് പിന്നാലെ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ സഹകരിക്കുക, ഒരു സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതിനായി ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇറാൻ ജനങ്ങൾ തന്നെ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കണം, ആ രീതിയിൽ പ്രതികരണം നടത്തണം എന്ന ആഹ്വാനമാണ് ഇപ്പോൾ നെതന്യാഹു നടത്തുന്നത് എന്നൊരു കൗതുകരമായ വസ്തുത കൂടി ഉണ്ട്. എന്തായാലും ആക്രമണം, യുദ്ധം, സംഘർഷം ആ രീതിയിൽ കടുക്കുകയാണ്. ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത് GCC രാജ്യങ്ങളിലാണ്. മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യയിൽ നടക്കമുള്ള മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഒക്കെ തന്നെ GCC രാജ്യങ്ങളിലുണ്ട്. അവിടെയൊക്കെ നേരിട്ടുള്ളൊരു ആക്രമണത്തിലേക്ക് ഇറാൻ നീങ്ങുന്ന മണിക്കൂറുകളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒമാനിലടക്കം, ഇറാന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായ ഒമാനിലടക്കം ആക്രമണം നടത്തിയിരിക്കുന്നു. UAE പലയിടങ്ങളിലായി സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. ഏറ്റവും ഒടുവിൽ ദോഹയ്ക്കടുത്തും ആക്രമണങ്ങൾ നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആ രീതിയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ് പശ്ചിമേഷ്യയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.